വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ചിലരുടെ റിക്വസ്റ്റ് പ്രകാരമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കഥയിലൂടെ എങ്ങനെ നമുക്ക് ഈസിയായി ഇംഗ്ലീഷ് പഠിക്കാമെന്നാണ് നമ്മൾ നോക്കാൻ പോണത്. നമ്മളിന്ന് പറയാൻ പോണ കഥയുടെ പേര് ദ അൺഹാപ്പി ബിഗ് ഫിഷ്. ദി അൺഹാപ്പി ബിഗ് ഫിഷ്. സന്തോഷവാനല്ലാത്ത വലിയ മത്സ്യം. ഇൻ എ പഡിൽ നിയർ എ ബിഗ് റിവർ ലിവ്ഡ് എ ഗ്രൂപ്പ് ഓഫ് ഫിഷ്. ഒരു വലിയ നദിക്കടുത്തുള്ള ഒരു കുളത്തിൽ ഒരു കൂട്ടം മത്സ്യങ്ങൾ വസിച്ചിരുന്നു. പഡിൽ എന്ന് പറയുന്നത് കുളമാണ്. മഴക്കാലത്ത് വെള്ളം നിറഞ്ഞുണ്ടാവുന്ന ചെറിയ കുളത്തിനെയാണ് നമ്മൾ പഡിൽ എന്ന് പറയാം. നിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് അല്ലെങ്കിൽ അരികെ. ബിഗ് റിവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ നദി. ലിവ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താമസിച്ചിരുന്നു. ഗ്രൂപ്പ് ഓഫ് ഫിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂട്ടം മത്സ്യങ്ങൾ. They all were friends and played with each other and were very very happy. അവരെല്ലാവരും സുഹൃത്തുക്കളായിരുന്നു. അവർ ഒരുമിച്ച് കളിച്ചു. അതുപോലെ തന്നെ അവർ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. They all were friends എന്ന് പറഞ്ഞാൽ അവരെല്ലാവരും സുഹൃത്തുക്കളായിരുന്നു. Played എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളിച്ചു. Played with each other എന്ന് പറയുന്നത് ഒരുമിച്ച് കളിച്ചു അല്ലെങ്കിൽ തമ്മിൽ കളിച്ചു. വെരി വെരി ഹാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. എമംഗ് ദം ലിവ്ഡ് എ ബിഗർ ഫിഷ്. എമംഗ് ദം എന്ന് പറഞ്ഞാൽ അവരുടെ ഇടയിൽ. ലിവ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിച്ചിരുന്നു അല്ലെങ്കിൽ താമസിച്ചിരുന്നു. അവരുടെ ഇടയിൽ ഒരു വലിയ മീൻ ജീവിച്ചിരുന്നു. ബിഗർ ഫിഷ് എന്ന് പറഞ്ഞാൽ വലിയ മീൻ അല്ലെങ്കിൽ വലിയ മത്സ്യം. ഹി വാസ് വെരി പ്രൗഡ് ബിക്കോസ് ഹി വാസ് ബിഗർ. അവൻ വളരെ പ്രൗഡ് എന്ന് പറഞ്ഞാൽ അഹങ്കരിച്ചു അല്ലെങ്കിൽ അഭിമാനം കൊണ്ടു. ബിക്കോസ് എന്ന് പറഞ്ഞാൽ കാരണം. ഹി വാസ് ബിഗർ. അവൻ വലുതായിരുന്നു. ഹി തോട്ട് ഓഫ് ഹിംസെൽഫ് ഇസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ഓൾ ദി അതർ ഫിഷ്. മറ്റുള്ള മത്സ്യങ്ങളെക്കാൾ സ്വയം പ്രാധാന്യം അവന് കൊടുത്തിരുന്നു. ഹി വാസ് ഓൾവേസ് ഗ്രംബ്ലിംഗ് ഇൻ ദ കമ്പനി ഓഫ് ദ ലിറ്റിൽ ഫിഷ്. ചെറിയ മത്സ്യങ്ങൾക്കിടയിൽ അവൻ എപ്പോഴും പിറുപിറുത്തുകൊണ്ടേയിരുന്നു. ഹി വാസ് ഓൾവേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എപ്പോഴും. ഗ്രംബ്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിറുപിറുത്തുകൊണ്ടേയിരുന്നു. ഇൻ ദ കമ്പനി ഓഫ് ദ ലിറ്റിൽ ഫിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ മത്സ്യങ്ങളുടെ കൂട്ടത്തിൽ. സോ വൺ ഡേ വൺ ഓഫ് ദ ലിറ്റിൽ ഫിഷ് ടോൾഡ് ഹിം ദിസ് പഡിൽ ഇസ് ടു സ്മോൾ ഫോർ യു. ഇവിടെ സോ എന്ന് ഉദ്ദേശിക്കുന്നത് അങ്ങനെയിരിക്കെ വൺ ഡേ ഒരു ദിവസം മത്സ്യക്കൂട്ടത്തിലെ ഒരു മത്സ്യം അവനോട് പറഞ്ഞു ഈ കുളം നിങ്ങൾക്ക് വളരെ ചെറുതാണെന്ന്. വൺ ഓഫ് ദ ലിറ്റിൽ ഫിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത്സ്യക്കൂട്ടത്തിലെ ഒരു ചെറിയ മത്സ്യം. ടോൾഡ് ഹിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനോട് പറഞ്ഞു ദിസ് പഡിൽ ഇസ് ടു സ്മോൾ ഫോർ യു. ഈ കുളം നിങ്ങൾക്ക് വളരെ ചെറുതാണെന്ന്. ഐ ആം സർപ്രൈസ്ഡ് ദാറ്റ് യു ഡോണ്ട് ഗോ ടു ലിവ് ഇൻ ദ ബിഗ് റിവർ. നിങ്ങൾ വലിയ നദിയിൽ താമസിക്കാൻ പോവാത്തത് ഞാൻ അതിശയിക്കുന്നു. ഐ ആം സർപ്രൈസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിശയിക്കുന്നു അല്ലെങ്കിൽ ഞാൻ ആശ്ചര്യപ്പെടുന്നു. ഡോണ്ട് ഗോ ടു ലിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താമസിക്കാൻ പോവാത്തത്. ബിഗ് റിവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ നദിയിൽ. ദേർ യു വുഡ് ഹാവ് മച്ച് ബെറ്റർ പാൽസ് ദാൻ ലിറ്റിൽ ഫിഷ് ലൈക്ക് അസ്. ഞങ്ങളെപ്പോലെയുള്ള ചെറിയ മത്സ്യങ്ങളെക്കാൾ മികച്ച സുഹൃത്തുക്കളെ അവിടെ നിങ്ങൾക്ക് ലഭിക്കും. ദേർ യു വുഡ് ഹാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ലഭിക്കും. മച്ച് ബെറ്റർ പാൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മച്ച് ബെറ്റർ എന്ന് പറഞ്ഞാൽ ഞങ്ങളെക്കാൾ മികച്ച. പാൽസ് എന്ന് പറഞ്ഞാൽ കൂട്ടുകാർ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ. ലിറ്റിൽ ഫിഷ് എന്ന് പറഞ്ഞാൽ ചെറിയ മീനുകൾ. ലൈക്ക് അസ് എന്നുദ്ദേശിച്ചത് ഞങ്ങളെപ്പോലെയുള്ള ചെറിയ മീനുകൾ. The big fish thought about those words and he thought that it would be great idea for him to go to the big river. വലിയ മത്സ്യം അവൻ്റെ വാക്കുകളെക്കുറിച്ച് ചിന്തിച്ചു. വലിയ നദിയിലേക്ക് പോകുന്നത് തനിക്ക് നല്ലതാണെന്ന് അവൻ കരുതി. The big fish thought എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ മത്സ്യം ചിന്തിച്ചു. Words എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്കുകൾ. He thought it would be good idea എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ചിന്തിച്ചു. ഇറ്റ് വുഡ് ബി ഗുഡ് ഐഡിയ എന്ന് പറഞ്ഞാൽ അതൊരു ഉചിതമായ തീരുമാനം അല്ലെങ്കിൽ നല്ല തീരുമാനമായിരിക്കും എന്ന്. ഗോ ടു ദ ബിഗ് റിവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ നദിയിലേക്ക് പോകുന്നത്. ഐ ആം ടയേർഡ് ഓഫ് ദിസ് ലിറ്റിൽ ഫിഷ് ഹി തോട്ട് ടു ഹിംസെൽഫ്. ഈ ചെറിയ മത്സ്യങ്ങളെ എനിക്ക് മടുത്തു.
അവൻ മനസ്സിൽ ചിന്തിച്ചു. ടയേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മടുത്തു അല്ലെങ്കിൽ ക്ഷീണിതനായി. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് മടുത്തു എന്നാണ്. ഹി തോട്ട് ടു ഹിംസെൽഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ സ്വയം ആലോചിച്ചു. ഹി തോട്ട്, when the winter comes, I will be able to leave this puddle and go and live in a bigger puddle where I can socialize with more distinguished fish like me. അവൻ ചിന്തിച്ചു, ശീതകാലം വരുമ്പോൾ എനിക്ക് ഈ കുളത്തിൽ നിന്ന് പോയി ഒരു വലിയ കുളത്തിൽ ജീവിക്കാൻ കഴിയുമെന്ന്. എന്നെപ്പോലെയുള്ള വിശിഷ്ട മത്സ്യങ്ങളുമായി എനിക്ക് ഇടപഴകാൻ കഴിയുമെന്ന് അവൻ കരുതി. When the winter comes എന്ന് പറഞ്ഞാൽ ശൈത്യകാലം അല്ലെങ്കിൽ ശീതകാലം വരുമ്പോൾ ഐ വിൽ ബി ഏബിൾ ടു എനിക്ക് പറ്റും. ലീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഴിഞ്ഞു പോവുക അല്ലെങ്കിൽ വിട്ടുപോവുക. ബിഗ് പഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കുളത്തിൽ. സോഷ്യലൈസ് എന്ന് പറഞ്ഞാൽ ഇടപഴകാൻ. ഡിസ്റ്റിങ്ക്വിഷ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശിഷ്ടമായ. ലൈക്ക് മീ എന്ന് പറഞ്ഞാൽ എന്നെ പോലെയുള്ള. സൂൺ ദ വിൻറ്റർ കെയിം ആൻഡ് ഫ്ലഡഡ് ദ പഡിൽ. താമസിക്കാതെ, സൂൺ എന്ന് പറഞ്ഞാൽ താമസിക്കാതെ ശീതകാലം വന്നു. ദ വിൻറ്റർ കെയിം ആൻഡ് ഫ്ലഡഡ് ദ പഡിൽ. പിന്നെ കുളവും നിറഞ്ഞു. ഫ്ലഡഡ് എന്നുദ്ദേശിക്കുന്നത് നിറഞ്ഞു എന്നാണ്. നൗ ദ ബിഗ് ഫിഷ് കുഡ് ഈസിലി സ്വിം ടു ദ ബിഗ് റിവർ. ഇപ്പോൾ വലിയ മത്സ്യത്തിന് വലിയ നദിയിലേക്ക് എളുപ്പത്തിൽ നീന്തി പോകുവാൻ കഴിയുമായിരുന്നു. നൗ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ. ബിഗ് ഫിഷ് എന്ന് പറഞ്ഞാൽ വലിയ മത്സ്യത്തിന്. കുഡ് ഈസിലി സ്വിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പത്തിൽ നീന്തി. ബിഗ് റിവർ എന്ന് പറഞ്ഞാൽ വലിയ നദിയിലേക്ക്. എവ്രിതിങ് വാസ് സോ ബിഗ് ദെയർ, ഈവൻ ദ ഫിഷ്. അവിടെയെല്ലാം വളരെ വലുതായിരുന്നു, മത്സ്യങ്ങൾ പോലും. എവ്രിതിങ് എന്ന് പറഞ്ഞാൽ എല്ലാം, അവിടെയുള്ളതെല്ലാം. സോ ബിഗ് എന്ന് പറഞ്ഞാൽ വളരെ വലുത്. ഈവൻ ദ ഫിഷ് എന്ന് പറഞ്ഞാൽ മത്സ്യങ്ങളടക്കം. ഹി വാസ് റെസ്റ്റിംഗ് നിയർ ആൻ അണ്ടർ വാട്ടർ കേവ് when he felt a strong current and 4 large fish passed by pushing him aside. വെള്ളത്തിനടിയിൽ ഒരു ഗുഹയ്ക്ക് സമീപം വിശ്രമിക്കുമ്പോൾ ശക്തമായ ഒഴുക്ക് അനുഭവപ്പെട്ടു. 4 വലിയ മീനുകൾ അവനെ തള്ളി മാറ്റി കടന്നുപോയി. ഹി വാസ് റെസ്റ്റിംഗ് എന്ന് വെച്ചാൽ അവൻ വിശ്രമിക്കുകയായിരുന്നു. നിയർ എന്നാൽ അടുത്ത് അല്ലെങ്കിൽ അരികിൽ. ആൻ അണ്ടർ വാട്ടർ കേവ് വെള്ളത്തിൻ്റെ അടിയിലെ ഒരു ഗുഹ. ഫെൽറ്റ് എന്ന് വെച്ചാൽ അനുഭവപ്പെട്ടു. സ്ട്രോങ് കറൻറ്റ് ശക്തമായ ഒഴുക്ക്. 4 ലാർജ് ഫിഷ് 4 വലിയ മീനുകൾ. പാസ്റ്റ് കടന്നുപോയി. പുഷിങ് തള്ളുക. എസൈഡ് ഒരു വശത്തേക്ക്. മൂവ് അവേ ലിറ്റിൽ ഫിഷ്, ദേ സെഡ്. ഡോണ്ട് യു നോ ദിസ് കേവ് ഇസ് റിസർവ്ഡ് ഫോർ ബിഗ് ഫിഷ് ലൈക്ക് അസ്? മാറിപ്പോകൂ ചെറിയ മത്സ്യമേ, നിനക്കറിയില്ലേ ഈ ഗുഹ ഞങ്ങളെപ്പോലെയുള്ള വലിയ മീനുകൾക്ക് വേണ്ടി മാറ്റിവെച്ചേക്കണതാണെന്ന്. മൂവ് അവേ എന്ന് വെച്ചാൽ മാറി നിൽക്കൂ. ലിറ്റിൽ ഫിഷ് എന്ന് വെച്ചാൽ ചെറിയ മീൻ. ഡോണ്ട് യു നോ എന്ന് വെച്ചാൽ നിനക്കറിയില്ലേ. ദിസ് കേവ് എന്ന് വെച്ചാൽ ഈ ഗുഹ. റിസർവ്ഡ് മാറ്റിവെച്ചേക്കണത്. ബിഗ് ഫിഷ് വലിയ മീൻ. അസ് ഞങ്ങൾ. ലിറ്റിൽ ഫിഷ് ഹി തോട്ട്. ഹി ഹാഡ് നെവർ ബീൻ കോൾഡ് ദാറ്റ് ഇൻ ഹിസ് ലൈഫ്. ദിസ് റിവർ വാസ് വെരി ഡിഫറെൻറ്റ് ഫ്രം ദ വൺ ഇൻ ഹിസ് പഡിൽ. He decided to hide in some algae and tried to rest. ചെറിയ മത്സ്യം അവൻ ചിന്തിച്ചു. അവനെ ആരും ജീവിതത്തിൽ അങ്ങനെ വിളിച്ചിട്ടില്ല. നദിയിലെ ജീവിതവും കുളത്തിലെ ജീവിതവും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ടായിരുന്നു. അവൻ പായലിനുള്ളിൽ ഒളിക്കാനും വിശ്രമിക്കാനും തീരുമാനിച്ചു. ലിറ്റിൽ ഫിഷ് ഹി തോട്ട്. ചെറിയ മീൻ അവൻ ആലോചിച്ചു. ഹി ഹാഡ് നെവർ ബീൻ കോൾഡ് ദാറ്റ് ഇൻ ഹിസ് ലൈഫ്. അവനെ ആരും അങ്ങനെ അവൻ്റെ ജീവിതത്തിൽ വിളിച്ചിട്ടില്ല. ദിസ് റിവർ വാസ് വെരി ഡിഫറെൻറ്റ് ഫ്രം ദ വൺ ഇൻ ഹിസ് പഡിൽ. അവൻ താമസിച്ചിരുന്ന കുളത്തിനേക്കാൾ വളരെയധികം, വെരി ഡിഫറെൻറ്റ് എന്ന് വെച്ചാൽ വളരെയധികം വ്യത്യസ്തമായിരുന്നു ഈ നദി. ഹി ഡിസൈഡഡ് അവൻ തീരുമാനിച്ചു. ടു ഹൈഡ് ഇൻ സം ആൽഗെ
പായലിൽ ഒളിക്കാൻ ആൻഡ് ട്രൈഡ് ടു റെസ്റ്റ് എന്ന് വെച്ചാൽ കുറച്ച് വിശ്രമിക്കാനും അവൻ പരിശ്രമിച്ചു. നോട്ട് ലോങ് ആഫ്റ്റർ ദോ ടു ഹ്യൂജ് ആൻഡ് ഫിയർസം ഫിഷ് ഫൗണ്ട് ഹിം ആൻഡ് സ്റ്റാർട്ടഡ് ടു അറ്റാക്ക് ഹിം. അധികം താമസിക്കാതെ വലുതും ഭയാനകവുമായ 2 മത്സ്യങ്ങൾ അവനെ കണ്ടുപിടിച്ച് ആക്രമിക്കാൻ തുടങ്ങി. നോട്ട് ലോങ് ആഫ്റ്റർ ദോ അധികം താമസിക്കാതെ ടു ഹ്യൂജ് ആൻഡ് ഫിയർസം ഫിഷ് ഫൗണ്ട് ഹിം 2 വലുതും പേടിപ്പിക്കുന്നതും അല്ലെങ്കിൽ ഭയാനകവുമായി തോന്നുന്ന 2 മീനുകൾ അവനെ ഫൗണ്ട് ഹിം എന്ന് വെച്ചാൽ കണ്ടുപിടിച്ചു. ആൻഡ് സ്റ്റാർട്ടഡ് ടു അറ്റാക്ക് ഹിം എന്ന് വെച്ചാൽ അവനെ ആക്രമിക്കാൻ തുടങ്ങി. ഹി എസ്കേപ്ഡ് ബൈ സ്വിമ്മിങ് അണ്ടർ ദ റോക്ക് വേർ ദേ കുഡിൻറ്റ് ഫിറ്റ്. അവർക്ക് എത്തിപ്പെടാൻ പറ്റാത്ത പാറയുടെ ഇടയിലേക്ക് നീന്തി അവൻ രക്ഷപ്പെട്ടു. ഹി എസ്കേപ്ഡ് ബൈ സ്വിമ്മിങ് എന്ന് വെച്ചാൽ അവൻ നീന്തി രക്ഷപ്പെട്ടു. അണ്ടർ ദ റോക്ക് എന്ന് വെച്ചാൽ പാറയുടെ അടിത്തട്ടിലേക്ക്. ഹി സ്റ്റേഡ് ദെയർ ഫോർ സം ടൈം വെയിറ്റിംഗ് ഫോർ അതർ ഫിഷ് ടു ഗോ അവേ. മറ്റു മത്സ്യങ്ങൾ പോകുന്നതും കാത്ത് കുറച്ചു നേരം അവിടെ നിന്നു. ഹി തോട്ട്, were these the advantages of living in the river? അവൻ ആലോചിച്ചു, ഇതായിരുന്നോ നദിയിലെ സുഖജീവിതം. were these the advantages എന്ന് പറയുന്നത് ഇതൊക്കെയായിരുന്നോ നേട്ടങ്ങൾ. ലിവിങ് എന്ന് വെച്ചാൽ താമസിക്കുക. He started to miss his paddle and the company of his little fish friends. കൂടെയുള്ള ചെറിയ മീനുകളുമായുള്ള സൗഹൃദവും കുളത്തിലെ ജീവിതവും നഷ്ടമായി എന്ന് തുടങ്ങി എന്ന് മനസ്സിലായി എന്ന്. He started to miss his paddle and the company of his little friends. കൂടെയുള്ള ചെറുമീനുകളുമായുള്ള സൗഹൃദവും കുളത്തിലെ ജീവിതവും നഷ്ടമായി തുടങ്ങി എന്ന് മനസ്സിലായി. He started to miss his paddle എന്ന് വെച്ചാൽ അവൻ മനസ്സിലാക്കി അവന് കുളത്തിലെ ജീവിതം നഷ്ടമായി തുടങ്ങി. ആൻഡ് കമ്പനി ഓഫ് ഹിസ് ലിറ്റിൽ ഫിഷ് ഫ്രണ്ട്സ് എന്ന് വെച്ചാൽ ചെറിയ മീനുകളുമായുള്ള സൗഹൃദവും. He realized he had made a mistake, so he decided to return to his paddle. താൻ തെറ്റു ചെയ്തു എന്ന് മനസ്സിലാക്കി അതുകൊണ്ട് അവൻ കുളത്തിലേക്ക് തിരിച്ചു പോവാൻ തീരുമാനിച്ചു. He realized he had made mistake എന്ന് വെച്ചാൽ അവന് മനസ്സിലായി അവന് തെറ്റുപറ്റിയെന്ന്. So he decided to അതുകൊണ്ട് അവൻ തീരുമാനിച്ചു to return to his paddle അവൻ്റെ കുളത്തിലേക്ക് തിരിച്ചു പോവാമെന്ന്. Finally, after several days, he reached his paddle and how joyful and relieved he felt. ഒടുവിൽ ദിവസങ്ങൾക്ക് ശേഷം അവൻ കുളത്തിലെത്തി അവന് വളരെയധികം ആശ്വാസവും സന്തോഷവും തോന്നി. ഫൈനലി എന്ന് വെച്ചാൽ അവസാനം. ആഫ്റ്റർ സെവറൽ ഡേയ്സ് ഹി റീച്ച്ഡ് ഹിസ് പഡിൽ എന്ന് വെച്ചാൽ കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അവൻ അവൻ്റെ കുളത്തിലെത്തി. ആൻഡ് ഹൗ ജോയ്ഫുൾ ആൻഡ് റിലീവ്ഡ് ഹി ഫെൽറ്റ്. ജോയ്ഫുൾ എന്ന് വെച്ചാൽ സന്തോഷം, റിലീവ്ഡ് എന്ന് വെച്ചാൽ ആശ്വാസം. ആൻഡ് ഹൗ ജോയ്ഫുൾ ആൻഡ് റിലീവ്ഡ് ഹി ഫെൽറ്റ് എന്ന് വെച്ചാൽ ഹി ഫെൽറ്റ് എന്ന് വെച്ചാൽ അവന് തോന്നി, അവന് വളരെയധികം ആശ്വാസവും സന്തോഷവും തോന്നി. There was no other place in the world where he could rather be. ലോകത്തിലെ മറ്റൊരിടത്തും ഇത്ര സന്തോഷവും സമാധാനവും അവന് ലഭിക്കില്ല എന്നവൻ മനസ്സിലാക്കി. The journey had made the big fish a better fish. ഈ യാത്രയിൽ വലിയ മത്സ്യത്തെ ഒരു നല്ല മത്സ്യമാക്കി മാറ്റി. എല്ലാവർക്കും ഈ കഥ വളരെയധികം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. Thank you for watching.